എക്സൈറ്റിംഗ് വേൾഡ് ഓഫ് ഇംഗ്ലീഷ്. അപ്പോൾ എൻ്റെ എല്ലാ മക്കൾക്കും പുതിയൊരു ക്ലാസ്സിലേക്ക്, അതും എങ്ങനെയുള്ള നല്ല കിടിലമായിട്ടുള്ള ഒരു ക്ലാസ്സിലേക്ക് എൻ്റെ എല്ലാ മക്കളെയും സാറ് സ്വാഗതം ചെയ്യാണ്. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് വളരെ ചെറിയൊരു പോയമാണ്. ആകെ 2 സ്റ്റാൻസാസേ ഉള്ളൂ. ഇങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ വെറും 8 വരികൾ കൊണ്ട് ആഴത്തിൽ പഠിച്ച് മനസ്സിലാക്കേണ്ട ഒരു പാട്ട്, ഒരു കവിതയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒരു പദ്യമാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. അപ്പം എൻ്റെ എല്ലാ മക്കളും നല്ല സെറ്റായിട്ട് പഠിക്കാൻ നല്ല റെഡി ആയിട്ട് ഇരുന്നോളൂ. നമ്മൾ ഈ ഒരു ഒറ്റ ഇരിപ്പിന് ഈ ചാപ്റ്ററും തീർക്കുന്നു. ഇതിനകത്തുനിന്ന് ഉള്ള എല്ലാ ചോദ്യങ്ങളും നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഒരു ക്ലാസ്സോടുകൂടി പഠിച്ച് തീർക്കാൻ പോവാണ്. അപ്പോൾ നല്ല റെഡി ആയിരുന്ന മക്കളെ നമ്മൾ ഒറ്റ ഇരിപ്പിന് പഠിച്ച് സെറ്റാക്കുന്നത്. ഓൾറൈറ്റ്, അപ്പോൾ എൻ്റെ എല്ലാ മക്കളെയും ഒരിക്കൽ കൂടെ ഞാനും ഈ ഹൃദയകുമാരനും കൂടെ, അതായത് ഹൃദയകുമാരൻ ഞാൻ ഇപ്പെട്ട പേരാണ്, ചേർന്ന് നിങ്ങളെ സ്വാഗതം ചെയ്യാണ്. ഇവനെ കാണുമ്പം തന്നെ നിങ്ങൾക്ക് കാര്യം പിടികിട്ടി കാണും അല്ലേ, നമ്മളിന്ന് എന്താണ് പഠിക്കാൻ പോകുന്നത് എന്നുള്ളത്. നമ്മളെ വെൽക്കം ചെയ്തിരിക്കുന്ന ഈ കക്ഷിയുടെ പേരിലുള്ള ഒരു ചാപ്റ്ററാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. യെസ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ ദ ഹാർട്ട് ഓഫ് എ വുമൻ, റിട്ടൺ ബൈ ജോർജിയ ഡഗ്ലസ് ജോൺസൺ. ഓക്കെ, കണ്ടോ, ഒരു സ്ത്രീയുടെ ഹൃദയം എന്ന് പേരുള്ള, നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കേണ്ട, എന്നും ഓർത്തിരിക്കേണ്ട വളരെ ചെറിയ ഒരു ലഘു കവിതയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ എൻ്റെ എല്ലാ മക്കൾക്കും ഈ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എന്താണ് ഹാർട്ട് ഓഫ് എ വുമൺ എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് ഒളിച്ച് കിടക്കുന്ന കാര്യങ്ങൾ എന്തായിരിക്കും? ഒരു സ്ത്രീയുടെ ഹൃദയം എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഉണ്ടാവും? എല്ലാവർക്കും ഹൃദയങ്ങളുണ്ട്. പക്ഷേ സ്ത്രീകളുടെ ഹൃദയം എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് കാര്യങ്ങളും അർത്ഥങ്ങളും ഉണ്ടാവും അല്ലേ. സ്ത്രീ അമ്മയാണ്, പെങ്ങളാണ്, ഭാര്യയാണ്, സുഹൃത്താണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അത്രയധികം ഇമോഷൻസും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനുള്ള കഴിവ് സ്ത്രീകളുടെ മനസ്സിനും ഹൃദയത്തിനും ഒക്കെ ഉണ്ട്. അതുമാത്രമല്ല, ഹാർട്ട് എന്നതുകൊണ്ട് ഇവിടെ വേറൊരു കാര്യം ഇവിടെ ഉദ്ദേശിക്കുന്നുണ്ട്, ഇമോഷൻസ്, വികാരങ്ങൾ അല്ലേ. പുരുഷന്മാർക്കൊക്കെ വളരെ കുറച്ച് വികാരങ്ങളേ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ സ്ത്രീകളുടെ കാര്യം എങ്ങനെയാണോ? അല്ല, അവർക്ക് ഭയങ്കരമായിട്ട് വികാരങ്ങൾ ഇങ്ങനെ മാറി മറിയും, തിളച്ച് മറിയും. പുരുഷന്മാർ ചിന്തിക്കുന്ന പോലെ ആയിരിക്കില്ല പല കാര്യങ്ങളും സ്ത്രീകൾ ചിന്തിക്കുക. അങ്ങനെ എല്ലാം കൊണ്ട് ഡൈവേഴ്സ് ആയിട്ടുള്ള ഹൃദയമായിരിക്കും സ്ത്രീകൾക്കുള്ളത്. ഓക്കെ, സോ ഹാർട്ട് ഓഫ് എ വുമൺ, എന്തൊക്കെ വേദനകൾ അവർ അനുഭവിക്കുന്നുണ്ട്, എന്തൊക്കെ സ്വപ്നങ്ങൾ അവർ കാണുന്നുണ്ട്, എന്തൊക്കെ കാര്യങ്ങളിൽ അവർ വിട്ടുവീഴ്ച ചെയ്യുന്നുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ അവർ മാറ്റി വയ്ക്കുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ വെറും 8 വരികളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓരോ സ്ത്രീ ജന്മങ്ങളും അനുഭവിക്കുന്ന സങ്കടങ്ങളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലേ, ഈ സമൂഹത്തിൽ അവർ നേരിടുന്ന വെല്ലുവിളികളും എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരൊറ്റ പോയിന്റിലൂടെ പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ വെറുതെ പഠിച്ച് മാർക്ക് വാങ്ങേണ്ട ഒരു ചാപ്റ്റർ അല്ല ഇത്, ഹാർട്ട് ഓഫ് എ വുമൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിൻ്റെ അകത്ത് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കും. അപ്പം നിങ്ങളൊക്കെ നെക്സ്റ്റ് ജനറേഷനാണ്, വളർന്നു വരുന്നൊരു തലമുറയാണ്. നമ്മുടെ ലോകം ഒരുപാട് വേഗതയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് വി ആർ ചേഞ്ചിങ്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മാറ്റിയെടുത്ത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പം സ്ത്രീകളുടെ ഉന്നമനം, വിമൻ എംപവർമെൻറ്റ് ഒക്കെ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ നേടിയെടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് അല്ലേ. അപ്പം നിങ്ങൾ വരും തലമുറയാണ്, നിങ്ങൾക്കുള്ള ഒരു പാഠവും കൂടിയാണ്. ഇതൊക്കെ പഠിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ നല്ലൊരു ഇക്വാലിറ്റി ഉള്ള ഒരു ലോകം വാർത്തെടുക്കാൻ. ഓക്കെ, ഹാർട്ട് ഓഫ് എ വുമൻ, ജോർജിയ ഡഗ്ലസ് ജോൺസൺ. ആരാണ് ജോർജിയ ഡഗ്ലസ് ജോൺസൺ? 1880 to 1966 വരെ ജീവിച്ച ആൻ ആഫ്രിക്കൻ അമേരിക്കൻ പോയറ്റാണ്. ദ ഹാർട്ട് ഓഫ് എ വുമൻ ആൻഡ് അതർ പോയംസ്, ബ്രോൺസ്, എ ബുക്ക് ഓഫ് വേഴ്സസ്, ആൻഡ് ഓട്ടം ലവ് സൈക്കിൾ ആൻഡ് ഷെയർ മൈ വേൾഡ് ആർ ഹെർ ഫേമസ് കളക്ഷൻസ് ഓഫ് പോയംസ്. സോ വളരെ ബ്രീഫായിട്ടാണ് നമുക്ക് നമ്മുടെ എഴുത്തുകാരിയെക്കുറിച്ച്, ആരാണ് നമ്മുടെ ജോർജിയ ഡഗ്ലസ് ജോൺസനെ കുറിച്ച് പഠിക്കാനുള്ളത്. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം. ഓക്കെ, ഇനി നമ്മൾ വേഗം നമ്മുടെ പോയമിലേക്ക് കടക്കുകയാണ്. നോക്കിക്കോ, ദ ഹാർട്ട് ഓഫ് എ വുമൻ, ജോർജിയ ഡഗ്ലസ് ജോൺസൺ. The heart of a woman goes forth with the dawn, as a lone bird soft winging so restlessly on. Afar over life's tortoise and wheels does it roam? In the wake of those echoes the heart calls home. The heart of a woman falls back with the night and enters some alien cage in its plight, and tries to forget it has dreamt of the stars, while it breaks on the sheltering bars. 8 വരിയെ പഠിക്കാനുള്ളൂ. പക്ഷേ അത് 8 ഇങ്ങനെ എഴുതിയാൽ എന്താണ്, ഇൻഫിനിറ്റി ആണല്ലേ. ഇൻഫിനിറ്റ് മീനിങ്സ് ഉള്ള ഒരു പോമാണിത്. ഓക്കെ, നമുക്കിനി ഇതിൻ്റെ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ ഒക്കെ പഠിക്കാം. നോക്കിക്കോ മക്കളെ, ദ ഹാർട്ട് ഓഫ് എ വുമൺ goes forth with the dawn.
ഒരു സ്ത്രീയുടെ ഹൃദയം അത് പ്രഭാതത്തോടു കൂടി മുന്നോട്ട് പോകുന്നു എന്ന് വെച്ചാൽ ഒരു രാവിലെ ആകുന്ന സമയം തുടങ്ങും സ്ത്രീകളുടെ മനസ്സ് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടല്ലേ. ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് പുലരി ഇങ്ങനെ വരുന്ന സമയത്ത് പ്രഭാതത്തിൻ്റെ സമയത്ത് സ്ത്രീകൾ വീട്ടിലെ ജോലികൾ എടുത്ത് തുടങ്ങാറുണ്ട്. വീട്ടിലെ ജോലികൾ മാത്രമല്ല, അവർ സമൂഹത്തിൽ അല്ലേ ഒരുപാട് പാല് കൊടുക്കുന്ന ചേച്ചിമാരുണ്ട്, പത്രം ഇടുന്ന ചേച്ചിമാരുണ്ട്, അവർ ജോലിക്ക് പോകുന്നുണ്ട്. അതുമാത്രമല്ല, അല്ലാതെ മറ്റ് ജോലികൾക്ക് പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അല്ലേ. ദീർഘദൂരമൊക്കെ യാത്ര ചെയ്ത് ജോലിക്ക് പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലാ സ്ത്രീകളും രാവിലെ ആവുന്ന സമയത്ത് അങ്ങോട്ട് മുന്നോട്ട് വരികയാണ്. എങ്ങനെയാണ് വരുന്നത്? അത് നമ്മളിവിടെ ഉദ്ദേശിക്കുന്ന ഹാർട്ട് ഓഫ് എ വുമൺ, സ്ത്രീയുടെ ഹൃദയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ വികാരങ്ങളൊക്കെ ഒരു ദിവസം ആരംഭിക്കുന്ന തന്നെ മുന്നോട്ട് ഇങ്ങനെ എത്തിപ്പെടും. ആസ് എ ലോൺ ബേർഡ്, ഏകാഗിയായ ഒരു പക്ഷിയെപ്പോലെ, സോഫ്റ്റ് വിങ്ങിങ്, വളരെ മൃദുവായി, വളരെ പതിഞ്ഞ രീതിയിൽ ചിറകടിച്ചുകൊണ്ട്, സോ റെസ്റ്റ്ലെസ്ലി ഓൺ, അടക്കമില്ലാതെ വിശ്രമമില്ലാതെ അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഏകാഗിയായ പതിയെ ചിറകടിച്ച് റെസ്റ്റ്ലെസ്ലി പോകുന്ന ഒരു പക്ഷിയാണ് സ്ത്രീകൾ. afar over life's turtles and whales does it roam. afar over lives, ജീവിതത്തിൻ്റെ ഒരുപാട് അകലകളിൽ, അങ്ങ് ദൂരകളിൽ, ടേർട്സ് ആൻഡ് വെയിൽസ്. എന്താണ് ടേർട്സ് ആൻഡ് വെയിൽസ് എന്ന് വെച്ചാൽ? ടേഴ്സ് എന്ന് വെച്ചാൽ കണ്ടോ, ഗോപുരങ്ങൾ എന്നാണ്. നിങ്ങൾ കോട്ടകളൊക്കെ കാണുന്നത് അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ഇങ്ങനെയുള്ള ഗോപുരങ്ങൾ കാണാൻ പറ്റും. കണ്ടോ, ഇവിടെ ഒരു കോട്ടയാണ്, ഒരു ചെറിയ കാസിൽ എന്നൊക്കെ നിങ്ങൾക്ക് വേണേൽ വിളിക്കാം. അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് കണ്ടോ ഒരു കോട്ടയുടെ ഏറ്റവും മേലായിട്ട് ഒരു ഗോപുരം. അത്രയും ഉയരമുള്ളതിനാണ് നമ്മൾ ടെററ്റ്സ് എന്ന് വിളിക്കുന്നത്. ആൻഡ് വാൽസ് എന്ന് വെച്ചാൽ എന്താണ്? വാലീസ് എന്നതിൻ്റെയാണ് കേട്ടോ, താഴ്വര എന്നതിനെ നമ്മൾ വിളിക്കുന്നത് വാൽസ്ന്ന്. ഡസ് ഇറ്റ് റോം, അതെ, ഉയരങ്ങളിലും അതുപോലെ തന്നെ താഴ്വരകളിലും ഏറ്റവും താഴെയും അതിങ്ങനെ അലഞ്ഞു നടക്കും. ഡസ് ഇറ്റ് റോം, അലഞ്ഞു തിരിയുക. എന്നിട്ടോ ഇൻ ദ വെയ്ക്ക് ഓഫ് ദോസ് എക്കോസ്, ആ പ്രതിധ്വനികൾക്ക് പിന്നിലായിക്കൊണ്ട് ദ ഹാർട്ട് കോൾസ് ഹോം, പിന്നിലായി ഹൃദയം എന്ത് ചെയ്യാണ്? വീട്, അതായത് നമ്മുടെ കംഫർട്ട് സോൺ എന്നിങ്ങനെ ഓർമ്മിക്കുകയാണ്. അതിൻ്റെ ആ കാര്യങ്ങളൊക്കെ ഓർത്തിട്ടാണ് വീട്, നമ്മുടെ കംഫർട്ട് സോൺ, സ്നേഹം എന്നുള്ള കാര്യങ്ങളൊക്കെ ആ ഹൃദയങ്ങൾ റിമൈൻഡ് ചെയ്യും, അല്ലെങ്കിൽ അത് ഓർത്തെടുക്കും. ഇപ്പോൾ സ്ത്രീകൾ എന്ന് വെച്ചാൽ എത്ര ദൂരെ ജോലിക്ക് പോയാലും അവരുടെ മനസ്സിലെന്നും വീട് എന്നുള്ള കാര്യങ്ങളുണ്ട് അല്ലേ. കുടുംബം, സ്നേഹം, സ്വപ്നങ്ങൾ എന്നുള്ള കാര്യങ്ങൾ അവർക്ക് എന്നുമുണ്ട്. അതാണ് ഈ 4 വരിയിൽ പറയുന്നത്. ഓക്കെ, ഇവിടെ മീനിങ്സ് ഉണ്ട്. ഫോർത്ത് എന്ന് വെച്ചാൽ മുന്നോട്ട്, ഹാർട്ട് എന്ന് വെച്ചാൽ ഹൃദയം, ഡോൺ പ്രഭാതം, ലോൺ തനിച്ചായ, റെസ്റ്റ്ലെസ്ലി അടക്കമില്ലാത്ത, ടെററ്റ്സ് എന്ന് വെച്ചാൽ ഗോപുരം, വാൽസ് എന്ന് വെച്ചാൽ താഴ്വര, ആൻഡ് റോം അലഞ്ഞു തിരിയുക, എക്കോസ് പ്രതിധ്വനി. കേട്ടോ, അവരുടെ ആ ഒരു പ്രതിധ്വനികൾക്ക് പിന്നിലായി എന്നുള്ള അർത്ഥം വരുന്നത്. ഇൻ ദ വെയ്ക്ക് ഓഫ് ദോസ് എക്കോസ്. ഇനി അടുത്ത നോക്കിക്കോ, ദ ഹാർട്ട് ഓഫ് എ വുമൻ ഫോൾസ് ബാക്ക് വിത്ത് ദ നൈറ്റ്. സ്ത്രീയുടെ ഹൃദയം രാത്രിയിൽ പിൻവാങ്ങുന്നു അല്ലേ. ഒരുപാട് മുന്നോട്ട് കുതിച്ചു പോയിട്ടുള്ള ആ സ്ത്രീകളുടെ മനസ്സ് രാത്രി ഫോൾസ് ബാക്ക് വിത്ത് ദ നൈറ്റ്, രാത്രിയോടുകൂടി ആ ഹൃദയം പിൻവാങ്ങും, എല്ലാത്തിൽ നിന്നും പിൻവലിയും. ആൻഡ് എൻഡേഴ്സ് സം ഏലിയൻ കേജ് ഇൻ ഇറ്റ്സ് ഫ്ലൈറ്റ്, എന്നിട്ടോ അപരിചിതമായ ഒരു കൂട്ടിലേക്ക് അങ്ങ് കയറും. എൻഡേഴ്സ് സം ഏലിയൻ കേജ്, അപരിചിതമായിട്ടുള്ള, അന്യഗ്രഹ ജീവി എന്ന അർത്ഥത്തിൽ ഏലിയൻ ഇവിടെ എടുക്കരുത്. ഇവിടെ അപരിചിതം, തീർത്തും പരിചയമില്ലാത്തത്, അങ്ങോട്ട് കയറും. ഇൻ ഇറ്റ്സ് ഫ്ലൈറ്റ്, അതിൻ്റെ ഗതികേട് കൊണ്ട്, ഓക്കെ, അതിൻ്റെ കഷ്ടസ്ഥിതി കൊണ്ടാണ് അതങ്ങനെ ചെയ്യുന്നത്. ആൻഡ് ട്രൈസ് ടു ഫോർഗെറ്റ് ഇറ്റ് ഹാസ് ഡ്രീംഡ് ഓഫ് ദ സ്റ്റാർസ്, എന്നിട്ട് ട്രൈസ് ടു ഫോർഗെറ്റ്, മറക്കാൻ ശ്രമിക്കും. ഇറ്റ് ഹാസ് ഡ്രീംഡ് ഓഫ് ദ സ്റ്റാർസ്, അതായത് നക്ഷത്രങ്ങളെക്കുറിച്ച് അവർക്കുണ്ടായിരുന്ന സ്വപ്നങ്ങൾ അവർ മറക്കാൻ ശ്രമിക്കും. ഇതിന് വേറൊരു അർത്ഥം കൂടെ ഉണ്ട്. എന്താണ്? നക്ഷത്രങ്ങൾ സ്വപ്നം കാണുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഉയരങ്ങളിൽ എത്താൻ ആഗ്രഹിക്കുന്നത് എന്നല്ലേ അല്ലേ. നമ്മൾ സൂപ്പർ സ്റ്റാർ ആവുക എന്ന് പറഞ്ഞാൽ നമ്മൾ സക്സസ്ഫുള്ളായി, അല്ലെങ്കിൽ നമ്മൾ നക്ഷത്രത്തിലെത്തി എന്ന് വെച്ചാൽ നമ്മൾ ഉയരങ്ങളിലെത്തി എന്നാണ്. ഉയരങ്ങളിലെത്താൻ, ജീവിതത്തിൽ രക്ഷപ്പെടാൻ, സക്സസ്ഫുൾ ആവാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. പക്ഷേ അവരുടെ പ്ലൈറ്റ്, ഗതികേട് കൊണ്ട്, കഷ്ടപ്പാട് കൊണ്ട്, സ്ത്രീയായെന്നുള്ള ഒരു ഒറ്റ കാരണത്താൽ അവരെന്ത് ചെയ്യാണ്? അവരുടെ സ്വപ്നങ്ങളെല്ലാം അവർ മറക്കുകയാണ്. ഡ്രീംഡ് ഓഫ് ദ സ്റ്റാർസ്, അതെല്ലാം അവർ ഫോർഗെറ്റ് ചെയ്യാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. വൈൽ ഇറ്റ് ബ്രേക്സ്, ആ സ്വപ്നങ്ങൾ ഇങ്ങനെ തകർന്ന് പോവും. ഓൺ ദ ഷെൽട്ടറിങ് ബാർസ്, അവരെ സംരക്ഷിക്കുന്ന ഈ ഇരുമ്പഴികൾ കണ്ടോ, അതിനകത്ത് വെച്ച് ഇതെല്ലാം തകർന്ന് പോകും. ആ സ്വപ്നങ്ങൾ തകർന്ന് പോകും.
ഓക്കെ, 4 വരികൾ നിങ്ങൾക്ക് സ്ത്രീകളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാം. 4 വരികളിനകത്ത് അവരുടെ സ്വപ്നങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇതിനൊക്കെ നിങ്ങൾ വേറൊരു പെർസ്പെക്റ്റീവിൽ, ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കി. സ്ത്രീകളുടെ ഹൃദയം രാവിലെ ആകുമ്പോൾ മുന്നോട്ടും, അതായത് ഒരുപാട് സ്വപ്നങ്ങളോട് കൂടിയാണ് സ്ത്രീകൾ അവരുടെ ലൈഫ് ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ അവർ പ്രവർത്തിച്ച് തുടങ്ങുന്നത്. അതും എങ്ങനെ? ആസ് എ ലോൺ ബേർഡ്. ആരും അവരെ സഹായിക്കാൻ വരില്ല, അല്ലേ? സ്ത്രീകളെ പലപ്പോഴും അവരുടെ കൈ പിടിച്ചുയർത്താൻ വേണ്ടിയിട്ട് ആരും ശ്രമിക്കാറില്ല. സോഫ്റ്റ് വിങ്ങിങ്, അവർക്ക് ഭയങ്കര ശക്തമായിട്ടൊന്നും ചിറകടിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ എങ്കിലും സോഫ്റ്റ് വിങ്ങിങ് ആയിരിക്കും. ആൻഡ് റെസ്റ്റ്ലെസ്ലി ഓൺ. അവരെ നിരന്തരം അവരെന്ത് ചെയ്യും? അവരിങ്ങനെ പോരാടിയും കൊണ്ടേയിരിക്കും. ഫാർ ഓവർ ലൈഫ്സ് ടെററ്റ്സ് ആൻഡ് വാൽസ് ഡെസിറ്റ് റൂം. ഒരുപാട് ഉയരങ്ങളിൽ, കണ്ടോ? ടെററ്റ്സ് നോക്കുമ്പോൾ ഇവിടെ ഉയരങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ഒരുപാട് ജീവിതമൊക്കെ എങ്ങനെയാണ്? ഇടയ്ക്ക് ഇങ്ങനെ ഒരുപാട് ഉയരങ്ങളിലേക്കും പോകും, അതുപോലെ തന്നെ താഴോട്ടിങ്ങനെ കുത്തുകയും ചെയ്യും, അല്ലേ? ചിലരുടെ ജീവിതം അങ്ങനെയാണ്, അപ്സ് ആൻഡ് ഡൗൺസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ എന്താണ്? ഉയരങ്ങളിലേക്കും പോകും, അതുപോലെ തന്നെ വാലീസ്, താഴേക്ക് ഇങ്ങനെ താഴ്വരകളിലേക്കും പോകും. എന്നിട്ട് ഇൻ ദ വെയ്ക്ക് ഓഫ് ദോസ് എക്കോസ് ദ ഹാർട്ട് കോൾസ് ഹോം. എന്താണ്? അവരുടെ ആ പ്രതിധ്വനികൾ, മാറ്റൊലികൾക്ക് പിന്നിലായി പോകുമ്പോഴും ദ ഹാർട്ട് കോൾസ് ഹോം. വീട് എന്നുള്ള കാര്യം അവരുടെ മൈൻഡ്സിൽ എപ്പോഴും വീണ്ടും വീണ്ടും ഉണ്ടാവും. പിന്നെയോ രാത്രി സമയമാകുമ്പോൾ, അതായത് അവരുടെ പോരാട്ടമൊന്നും ഫലം കാണാതെ വിജയിക്കാതെ വരുന്ന സമയത്ത് അവർ പിൻവാങ്ങും. എന്നിട്ട് അവരുടെ ഗതികേട് കൊണ്ട് ഏതെങ്കിലും ഒരു കൂട്ടിലകപ്പെടും, അപരിചിതമായ കൂട്ടിൽ, ഒന്നും ചെയ്യാൻ പറ്റാതെ. എന്നിട്ട് അവരവിടെ വെച്ച് അവരുടെ സ്വപ്നങ്ങൾ മറക്കുന്നു. അവരാരാണ്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ജനിച്ചവരാണ് എന്നുള്ള അവരുടെ സ്വപ്നങ്ങൾ ഉണ്ടല്ലോ, അത് അവർ മറക്കാൻ ശ്രമിക്കും. അങ്ങനെ മറക്കുന്നത് എവിടെ വെച്ചാണ്? ഷെൽട്ടറിങ് ബാർസ്. ഒരുപാട് പേരുടെ ഇടയിൽ, അതായത് ഒരുപാട് പേർക്ക് ഇവർക്ക് സംരക്ഷണം ഒരുക്കാൻ വേണ്ടി വരും. സംരക്ഷണം മാത്രമേ ഒരുക്കുകയുള്ളൂ. അവരുടെ സ്വപ്നങ്ങൾ അത് നേടിയെടുക്കാൻ വേണ്ടി അവരെ പ്രയത്നിക്കാൻ സഹായിക്കില്ല. അവരിങ്ങനെ തടഞ്ഞു വെക്കും. എന്തിൻ്റെ പേരും പറഞ്ഞിട്ട്? ഷെൽട്ടറിങ്. ഞങ്ങളിങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്. സ്ത്രീകൾ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, നിങ്ങൾ വളരെ മൃദുവാണ്, ലോലയാണ്, അതുകൊണ്ട് ഞങ്ങളിങ്ങനെ സംരക്ഷിച്ച് നിർത്താമെന്ന് പറഞ്ഞുകൊണ്ട് കേജിനകത്താക്കുകയാണ്. ഈ കാര്യങ്ങളാണ് വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ, ഇന്നും സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ ജോർജിയ ഡഗ്ലസ് ജോൺസൺ എഴുതിയിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ എൻ്റെ മക്കൾക്കെല്ലാം ഈ വളരെ ബ്രീഫായിട്ടുള്ളതും എന്നാൽ പവർഫുൾ ആയിട്ടുള്ള ഈ പോയം മനസ്സിലായി എന്ന് സാറ് വിശ്വസിക്കുകയാണ്. കഴിഞ്ഞിട്ടില്ല, നമുക്ക് ഇതിനകത്തുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒറ്റ ഇരിപ്പിന് പഠിച്ചു തീർക്കാം. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നോക്കിക്കോ. ഹൗ ഡസ് ദ ഹാർട്ട് ഓഫ് എ വുമൻ ഫ്ലൈ അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ പോം? എങ്ങനെയാണ് കവിത ആരംഭിക്കുമ്പോൾ സ്ത്രീകളുടെ ഹൃദയം പറക്കുന്നത്? എങ്ങനെയാണ് പറക്കുന്നത്? എങ്ങനെയാണ്? ഒരു പക്ഷിയെ പോലെ, ഒരു ലോൺ ബേർഡിനെ പോലെ വളരെ സോഫ്റ്റായിട്ട് റെസ്റ്റ്ലെസ്ലി ഇങ്ങനെ ചിറകടിക്കുകയാണ്. സോ ഇറ്റ് ഫ്ലൈസ് ഔട്ട് ഫ്രീലി ആൻഡ് സോഫ്റ്റ്ലി ഇൻ ദ മോർണിംഗ് ലൈക്ക് എ ബേർഡ് സ്റ്റാർട്ടിങ് ഇറ്റ്സ് ജേർണി. ഒരു പക്ഷി അതിൻ്റെ ചിറകടിച്ച് യാത്ര ആരംഭിക്കുന്നത് പോലെയാണ് അവരാരംഭിക്കുന്നത്. വാട്ട് ഈസ് ദ ഹാർട്ട് ഓഫ് എ വുമൻ കമ്പയർഡ് ടു? എന്തുമായിട്ടാണ് സ്ത്രീയുടെ ഹൃദയം ഇവിടെ കമ്പയർ ചെയ്തിരിക്കുന്നത്? ഇറ്റ് ഇസ് കമ്പയർഡ് ടു എ ലോൺ ബേർഡ് ഫ്ലൈയിങ് റെസ്റ്റ്ലെസ്ലി. എന്താണ്? നിരന്തരം ചിറകടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഏകയായ പക്ഷിയുമായിട്ടാണ് ഇവിടെ സ്ത്രീയുടെ ഹൃദയം ഉപമിക്കുന്നത്. നോക്കിക്കോ, ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ ഇനിയും പഠിക്കും. Where does the heart roam? എവിടെയാണ് ഹൃദയം ഇങ്ങനെ അലഞ്ഞു നടക്കുന്നത്? When does it fall back? എപ്പോഴാണ്? The heart roams far over life's highs and lows. ജീവിതത്തിൻ്റെ ഉയരങ്ങളിലും താഴ്ചകളിലും, കണ്ടോ? Turrets and valleys. And it falls back at night. അത് എന്നിട്ട് എന്ത് ചെയ്യും? രാത്രി ആവുന്ന സമയത്ത് പിൻവാങ്ങും, അതായത് തോറ്റു കൊടുക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി നോക്കിക്കോ. Where does the heart enter in its flight? എവിടെയാണ് ഹൃദയം അതിൻ്റെ ഗതികേടിൽ അവസാനം ചെന്നു ചേരുന്നത്? It enters in an alien cage. അപരിചിതമായ ഒരു കൂട്ടിൽ, meaning a place where it feels trapped and restricted. അവർ കുടുങ്ങിപ്പോയി അല്ലെങ്കിൽ അവരെ തടഞ്ഞു വെച്ചു എന്ന് തോന്നുന്ന ഒരു കൂടിൽ. അതും എങ്ങനെയുള്ള കൂടെ? സ്ട്രേഞ്ച് ആയിട്ടുള്ളൊരു കൂടിൽ, അപരിചിതമായിട്ടുള്ളൊരു കൂടിലാണ് അവസാനം അവർ കയറുന്നത്. അതാണ് അവരുടെ പ്ലൈറ്റ്, ഗതികേട്, കഷ്ടസ്ഥിതി എന്ന് നമ്മൾ പറയുന്നത്. What does the heart try to forget when it is in a cage? ഒരു കേജിനകത്തായിരിക്കുന്ന സമയത്ത് ഹൃദയം മറക്കാൻ ശ്രമിക്കുന്നത് എന്താണ്? എന്തൊക്കെയാ? സ്റ്റാർസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കാലത്ത് അവർ ആഗ്രഹിച്ച അവരുടെ സ്വപ്നങ്ങളാണ്, അല്ലേ? നോക്കിക്കോ. It tries to forget its dreams. സ്വപ്നങ്ങൾ മറക്കാൻ ശ്രമിക്കുന്നു. of freedom, സ്വാതന്ത്ര്യത്തിൻ്റെ. and the stars it once wished for. എന്താണ്? അവർ ആഗ്രഹിച്ച ആ സ്വപ്നങ്ങൾ, അതിനെയാണ് അവർ സ്റ്റാർസിന് കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, in the last line, ഈ പോയിന്റ് അവസാന വരികളിൽ the poet uses the word break 3 times. 3 സമയം, അതായത് 3
തവണയായിട്ട് അവർ ബ്രേക്ക് എന്ന് പറയുന്നുണ്ട്. വൈ? എന്തിനാണ്? ടു ഷോ ദ ഡീപ്പ് പെയിൻ അല്ലേ. നമ്മളിങ്ങനെ പറയാണ് ആ കെട്ടിടം തകർന്ന് തരിപ്പണമായി എന്ന് പറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആ ബിൽഡിങ് പൊടിഞ്ഞ് പീസുകളായി അല്ലേ. അതിൻ്റെ അർത്ഥം എന്താണ്? അതങ്ങ് തകർന്നില്ലാതെയായി. അപ്പോൾ ആ ഫീല് നമുക്ക് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ്. നോക്കിക്കോ, ടു ഷോ ദ ഡീപ്പ് പെയിൻ, കഠിനമായ വേദന, റിപ്പീറ്റഡ് സഫറിങ്, വീണ്ടുമുള്ള ദുരിതങ്ങൾ, ആൻഡ് സ്ട്രോങ് ഇമോഷണൽ സ്ട്രഗിൾ, വളരെ ശക്തമായിട്ടുള്ള വികാരത്തിൻ്റെ ആ ഒരു സ്ട്രഗിൾ, കഷ്ടപ്പാടുകൾ ഓഫ് ഹാർട്ട്, ഇതെല്ലാമാണ് ബ്രേക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് നമ്മൾ എഴുതുന്നത്. പിന്നെയോ, വാട്ട് ഡു ദ ഷെൽട്ടറിംഗ് ബാർസ് ഇൻ ദ പോം മീൻ? എന്താണ് ഷെൽട്ടറിംഗ് ബാർസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്തൊക്കെയായിരിക്കും? റെസ്ട്രിക്ഷൻസ് അല്ലേ. നമ്മളൊരാളെ അഴികളിലാക്കുക എന്ന് പറഞ്ഞാൽ, കൂട്ടിലാക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് സ്വാതന്ത്ര്യമില്ല. നമ്മുടെ ഫ്രീഡം അതോടുകൂടി അവസാനിച്ചു. നമുക്ക് ചിറകുണ്ട്, പക്ഷേ ആ ചിറകിന് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കഴിഞ്ഞാൽ എന്താ അവസ്ഥ? നമുക്ക് ചിറകടിച്ച് പറക്കാൻ പറ്റുമോ? ഇല്ല. ആ അവസ്ഥയാണ് എവിടെയുള്ളത്. They represent limits, restrictions or hardships that stop women from being free. സ്ത്രീകൾ സ്വതന്ത്രയാവുന്നതിൽ നിന്നും അവരെ തടയുന്നതും അതുപോലെ തന്നെ അവരെ ലിമിറ്റ് ചെയ്യുന്നതും അവരനുഭവിക്കുന്ന കഷ്ടപ്പാടുകളുമാണ് ഷെൽട്ടറിംഗ് ബാർസ് എന്ന പേര്. അതായത് രക്ഷാ കവചം എന്നൊക്കെ നമുക്ക് പറയാം അല്ലേ. നിങ്ങൾ സ്ത്രീകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവരെ വീട്ടിൽ നിന്ന് പുറത്ത് വിടാത്തതെന്ന് പറയുന്നത് എന്താണ് ആക്ച്വലി? ഷെൽട്ടറിംഗ് ബാർസ് എന്ന പേരിൽ കാണിക്കുന്ന ലിമിറ്റേഷൻസും റെസ്ട്രിക്ഷൻസുമാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ചെറിയ ആക്ടിവിറ്റീസ് ഉണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ്. നോക്കിക്കോ മക്കളെ, ലുക്ക് അറ്റ് ദ ലൈൻസ് ടേക്കൻ ഫ്രം ദ പോയം. ഈ പോയം എടുത്ത വരികളാണ്. ദ ഹാർട്ട് ഓഫ് എ വുമൻ ഗോസ് ഫോർത്ത് വിത്ത് ദ ഡോൺ. പിന്നെയോ, ആസ് എ ലോൺ ബേർഡ് സോഫ്റ്റ് വിങ്ങിങ് സോ റെസ്റ്റ്ലെസ്ലി afar over life's turrets and wells does it roam. In the wake of those echoes the heart calls home. The last words of each line are dawn, on, roam, home. Here dawn rhymes with on and roam rhymes with home. കണ്ടോ? dawn, on, roam, home. റൈമിംഗ് വേർഡ്സ് കണ്ടോ? ഇതുപോലെ നമ്മളോട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നൗ revisit the second stanza and find out the rhyming pace. ഏതൊക്കെയായിരിക്കും അത്? നോക്കിക്കോ. നൈറ്റ് ഫ്ലൈറ്റ്, സ്റ്റാർസ്, ബാർസ് നമ്മൾ കണ്ടെത്തി. നൈറ്റ് ഫ്ലൈറ്റ്, സ്റ്റാർസ്, ബാർസ്. സിമ്പിൾ അല്ലേ? എളുപ്പത്തിൽ നമ്മളങ്ങനെ റൈമിംഗ് പെയേഴ്സ് കണ്ടുപിടിച്ചു. ഇനി അടുത്ത ക്വസ്റ്റ്യന് മുമ്പ് നമുക്ക് പഠിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നോക്കിക്കോ, സിമിലിനെ കുറിച്ച് പഠിക്കണം. ഓക്കെ, എന്താ സിമിലി? ഇറ്റ്സ് എ ഫിഗർ ഓഫ് സ്പീച്ച്. നമ്മൾ പോയിമിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു തരം ഡിവൈസാണ്. പോയിം കുറച്ചുകൂടെ അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. ഇറ്റ് കമ്പയർസ് ടു ഡിഫറെൻറ്റ് തിങ്സ്. രണ്ട് വ്യത്യസ്ത കാര്യങ്ങളെയും ലൈക്ക് ഓർ ആസ് വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെ കമ്പയർ ചെയ്യാണ്. ഓക്കെ, ഞാൻ പറയാണ്, ചന്ദ്രനെ കാണാൻ പപ്പടം പോലെയാണ് അല്ലേ. ചന്ദ്രനും പപ്പടും ടു ഡിഫറെൻറ്റ് തിങ്സ് ആണ്. പക്ഷേ നമ്മളവിടെ പോലെ എന്നൊരു സാധനം ചേർക്കുന്നില്ലേ? അതിനെയാണ് നമ്മൾ സിമിലി എന്ന് വിളിക്കുന്നത്. കണ്ടോ? ലൈക്ക് ഓർ ആസ് ഉപയോഗിച്ചുകൊണ്ട് ടു ഡിഫറെൻറ്റ് കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യാണ്? മെർജ് ചെയ്ത് ഒന്നാക്കി പറയാണ്, കമ്പയർ ചെയ്യാണ് അവിടെ. നോക്കിക്കോ, ദ ഹാർട്ട് ഓഫ് എ വുമൻ ഗോസ് ഫോർത്ത് വിത്ത് ദ ഡോൺ ആസ് എ ലോൺ ബേർഡ്. അപ്പം എന്താണ്? സ്ത്രീകളുടെ ഹൃദയം മുന്നോട്ട് പോകുന്നു പ്രഭാതത്തിൽ ആസ് എ ലോൺ ബേർഡ്. അപ്പം ഒരു പക്ഷിയെ പോലെ എന്ന് പറയുന്നില്ലേ? അപ്പം നമ്മുടെ ഡയറക്റ്റായിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നത് എന്താണ്? സ്ത്രീയുടെ ഹൃദയം ഒരു പക്ഷിയുമായിട്ടാണ് നമ്മൾ ഡയറക്റ്റ്ലി കമ്പയർ ചെയ്തിരിക്കുന്നത്. എന്നിട്ടോ, ദ ഹാർട്ട് ഓഫ് എ വുമൻ ഇസ് കമ്പയർഡ് ടു എ ലോൺ ബേർഡ്. സച്ച് കമ്പാരിസൺ ഇസ് കോൾഡ് സിമിലി. ഇത്തരത്തിലുള്ള കമ്പാരിസണെയാണ് സിമിലി എന്ന് വിളിക്കുന്നത്. ഇനി ഒരുപാടുണ്ട് അല്ലേ. എന്താണ് നമുക്ക് പറയാൻ പറ്റും? രാജാവിൻ്റെ കരുത്ത് ആനയെ പോലെയാണ്. അല്ലെങ്കിൽ ദ റൂളർ ഈസ് വെരി പവർഫുൾ ആസ് എ കിങ് അല്ലേ. അല്ലെങ്കിൽ ദ പൊളിറ്റീഷ്യൻ ഈസ് വെരി പവർഫുൾ ആസ് എ കിങ്. എന്താണ്? ആ രാഷ്ട്രീയക്കാരൻ ഒരു രാജാവിനെ പോലെ ശക്തനാണ് അല്ലേ. രാജാവ് എന്ന് വെച്ചാൽ എന്താണ്? എല്ലാ അധികാരങ്ങളും കയ്യിലുള്ള ആളാണ്. പൊളിറ്റീഷ്യൻ എന്ന് വെച്ചാൽ വെറും രാഷ്ട്രീയക്കാരൻ മാത്രമാണ് അല്ലേ. അപ്പോൾ നമ്മൾ പറയണം, ആ രാഷ്ട്രീയക്കാരൻ ഒരു രാജാവിനെ പോലെ കരുത്തനാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? അയാൾക്ക് അത്രയും പവർ ഉണ്ടെന്നാണ്. അപ്പോൾ നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത് സിമിലിയ അല്ലേ. ദാറ്റ് പൊളിറ്റീഷ്യൻ ഈസ് പവർഫുൾ ആസ് എ കിങ് അല്ലെങ്കിൽ പവർഫുൾ ലൈക്ക് എ കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ സിമിലിയ, ടു ഡിഫറെൻറ്റ് കാര്യങ്ങളെ നമ്മൾ ലൈക്ക് ആൻഡ് ആസ് വെച്ചിട്ട് അങ്ങനെ കമ്പയർ ചെയ്തിരിക്കുന്നു. അത്രയേ ഉള്ളൂ. നിങ്ങൾ ഒരുപാട് എക്സ്പ്ലനേഷൻസ് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നത് അല്ലേ. നിങ്ങൾ തന്നെ നിങ്ങളെ ക്ലാസ്സിൽ ഒരുപാട് ആൾക്കാരെ പരസ്പരം അങ്ങോട്ട് കളിയാക്കാറില്ലേ? ഇവനെ കാണാൻ അവനെപ്പോലെയാണ്, അല്ലെങ്കിൽ അതുപോലെയാണ്, ഇവളെ കാണാൻ അവളെപ്പോലെയാണ്, ഇതുപോലെയാണ് എന്നൊക്കെ നമ്മൾ പറയുന്നത് എന്താ? ഇറ്റ്സ് ആക്ച്വലി സിമിലി. അത് പോയമിൽ യൂസ് ചെയ്യുമ്പോഴാണ് നമ്മൾ അതിനെ സിമിലി എന്ന് വിളിക്കുന്നത്. ഓൾറൈറ്റ്, നോക്കിക്കാൻ നമുക്ക് കുറച്ചും കണ്ടുപിടിക്കാം. നൗ റീഡ് ദ ഫോളോയിങ് ലൈൻസ് ആൻഡ് ഫൈൻഡ് പേഴ്സ് ഓഫ് വേർഡ്സ് വിച്ച് ആർ കമ്പയർഡ് ടു ഈച്ച് അതർ. ഇവിടെ എന്തൊക്കെയാണ്? ദ മൂൺ ഷൈൻസ് ബ്രൈറ്റ് ആസ് ക്ലിയർ ആസ് ഗ്ലാസ്. ഗ്ലാസ് പോലെ നമ്മുടെ ചന്ദ്രൻ തിളങ്ങുന്നു. ലൈക്ക് എ സിൽവർ ലാൻറ്റൺ, ഒരു സിൽവർ വിളക്ക് പോലെ. ലൈറ്റിംഗ് അപ്പ് ദ പാസ്, ആ വഴികളിലെല്ലാം വെളിച്ചം നൽകിക്കൊണ്ടാണ് ആ മൂൺ
കത്തല്ലല്ലോ, ഷൈൻ ചെയ്യുന്നത്, ഓക്കെ, തിളങ്ങുന്നതും. ദ സ്റ്റാർസ് ട്വിങ്കിൾ ലാസ്റ്റ് ആസ് ഡയമണ്ട്സ് ഇൻ ദ സീ. ഇവരുടെ സ്റ്റാറുകൾ എങ്ങനെയാണ് കാണുന്നത്? കടലിൽ വീണ വജ്രങ്ങൾ പോലെയാണ്, ഡയമണ്ട്സ് പോലെയാണ്. ആസ് ബിസി ആസ് ബീസ് ഫ്ലട്ടറിങ് വൈൽഡ് ആൻഡ് ഫ്രീ. എന്നിട്ട് അതെങ്ങനെയാണ്? അതിങ്ങനെ തിളങ്ങുന്നുണ്ട്. ആസ് ബിസി ആസ് ബീസ്, നമ്മളുടെ ബീസിനെ പോലെ, തേനീച്ചകളെ പോലെ, ഫ്ലട്ടറിങ് വൈൽഡ് ആൻഡ് ഫ്രീ, വളരെ വൈൽഡായിട്ടും, അതായത് വന്യമായിക്കൊണ്ടും ഫ്രീ ആയിക്കൊണ്ടും സ്വതന്ത്രമായിക്കൊണ്ടും അതിങ്ങനെ ചിറകടിക്കുകയാണ്. എന്നിട്ടോ ഇവിടെ നോക്കിയാൽ ദ മൂൺ ഇസ് കമ്പയർഡ് ടു ഗ്ലാസ്, ഫസ്റ്റ് അല്ലേ. രണ്ടാമത്തെ എന്താണ്? ലൈക്ക് എ സിൽവർ ലാൻറ്റേൺ ലൈറ്റിംഗ് അപ്പ് ദ പാസ്. ഇവിടെ എന്താ? ലൈക്ക് എ സിൽവർ. അപ്പം മൂൺ എങ്ങനെയാണ്? ഒരു സിൽവർ ലാൻറ്റേൺ, ഒരു വെള്ളി വിളക്കിനെ പോലെയാണ് വെളിച്ചം നൽകുന്നത്. മൂൺ ഇസ് കമ്പയർഡ് ടു എ സിൽവർ ലാൻറ്റേൺ. പിന്നെയുണ്ട് ദ സ്റ്റാർസ് ട്വിങ്കിൾ ലാസ്റ്റ് ആസ് ഡയമണ്ട്സ് ഇൻ ദ സീ. അപ്പം സ്റ്റാറിൻ്റെ ട്വിങ്ക്ലിംഗ് എങ്ങനെയാണ്? ഡയമണ്ട്സിനെ പോലെയാണ്. അതുപോലെ തന്നെ അതുപോലെ അവരോ ആസ് ബിസി ആസ് ബീസ്. എങ്ങനെയാണ് ബിസി ആയിരിക്കുന്നത്? എന്തുപോലെയാണ്? നമ്മുടെ തേനീച്ചകളെ പോലെയാണ്. നോക്കിക്കോ, ദ സ്റ്റാർസ് ആർ കമ്പയർഡ് ടു ഡയമണ്ട്സ് ഇൻ ദ സീ, ഫ്ലട്ടറിങ് ഇസ് കമ്പയർഡ് ടു ബിസി ബീസ്. പടഞ്ഞ് കളിക്കില്ല കാണിക്കുന്നത്, ബീസ് ഇങ്ങനെ ചിറകടിക്കുന്നത്, അതിനെ എങ്ങനെയായിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്? അതിനെ നമ്മൾ ബീസിൻ്റെ ചിറകടിയായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇനി നൗ കംപ്ലീറ്റ് ദ സെൻറ്റൻസസ് യൂസിങ് അപ്രോപ്രിയേറ്റ് വേർഡ്സ്. ഇവിടെ നോക്കിയാൽ നമുക്കൊക്കെ ഇത്രയും നേരം ഇവിടെ ബ്ലാങ്കുകൾ ഉണ്ടാവും, അത് നമ്മൾ ഫില്ല് ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് ഫില്ല് ചെയ്ത് എങ്ങനെ ഉണ്ടാവും? നോക്കിയേ, ഐ ആം ബ്രേവ് ആസ് എ ലയൺ. ഞാൻ വളരെ ധൈര്യവാനാണ് സിംഹത്തെ പോലെ. കണ്ടോ, ആസ് എ ലയൺ എന്ന് കൊടുത്തു നമ്മൾ. സിംഹത്തെ പോലെയാണ്, സിംഹമാണെന്നല്ല, നമ്മൾ സിംഹത്തെ പോലെയാണെന്നാണ് പറയുന്നത്. ഐ റൺ ലൈക്ക് ദ വിൻഡ്. ഞാൻ കാറ്റ് പോലെ ഓടും, അത്രയും വേഗതയിൽ ഓടും. സിമിലിയല്ലേ, കാറ്റും ഞാനും വേറെ വേറെ സാധനങ്ങളാണ്, പക്ഷേ നമ്മൾ പറയാണ് ഞാൻ കാറ്റ് പോലെ വളരെ വേഗത്തിൽ പോകും, ഓടും. ഹി ക്രോൾസ് ലൈക്ക് എ സ്നെയിൽ. അവൻ്റെ ഒച്ചിനെ പോലെ ഇഴഞ്ഞു വരികയാണ്. ക്രോൾ എന്ന് വെച്ചാൽ ഇഴയുക എന്നാണ്. കേട്ടോ, ഒച്ചിനെ പോലെ, ഒച്ചും ഇഴയലും എന്താണ്, അല്ലെ അവനും തമ്മിൽ എന്താണ് വളരെ വ്യത്യാസമുണ്ട്. ഒച്ച് വേറൊരു സാധനം, അവൻ വേറൊരു സാധനം, അല്ലെങ്കിൽ വേറൊരു മനുഷ്യൻ. അവൻ ഒച്ചിനെ പോലെയാണ് എഴയുന്നത്. അത്രയും മെല്ലെ വരുന്ന ആളെ കുറിച്ച് പറയാണ്. ഷീ സ്ട്രോങ് ആസ് എ റോക്ക്. അവൾ ഭയങ്കര പാറ പോലെ ഉറപ്പുള്ളവളാണ്, അത്രയും കരുത്തുള്ളതാണ് അല്ലേ. ഷീ സ്ട്രോങ് ആസ് എ റോക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാം. ഓക്കെ, ഇനി എന്താണ്? യെസ്, ഹോപ്പ്ഫുൾ ആൻഡ് ഡ്രീമി സ്റ്റാൻസ 1 ആൻഡ് ഡിജക്റ്റഡ് ആൻഡ് സോറോഫുൾ സ്റ്റാൻസസ് 2. ഈ രണ്ടെണ്ണം അല്ലേ നമ്മുടെ ആദ്യത്തെ വരികളിൽ കാണുന്നത്. അവിടെ എന്താണ്? ഹോപ്പ്ഫുൾ ആൻഡ് ഡ്രീമിയ അല്ലേ. സോ പ്രതീക്ഷകളും അതുപോലെ സ്വപ്നങ്ങളുമാണ് ആദ്യത്തെ 4 വരികളിൽ കാണാൻ പറ്റുന്നത്. എന്നാൽ വിഷമങ്ങളും ഉപേക്ഷിക്കലുകളുമാണ് രണ്ടാമത്തെ സ്റ്റാൻസയിൽ കാണുന്നത്. അപ്പോൾ അത് ഏതൊക്കെ വാക്കുകളാണ് ഉപയോഗിക്കുന്നത്? നോക്കിക്കോ. ഫസ്റ്റ് സ്റ്റാൻസ, ഹാർട്ട് ഓഫ് എ മൺ ഗോസ് വിത്ത് ദ ഡോൺ. പ്രതീക്ഷയുടെ വാക്കുകൾ അല്ലേ. ലോൺ ബേർഡ്, സോഫ്റ്റ് വിങ്, റെസ്റ്റ്ലെസ്ലി, ടെററ്റ്, സ്വേൽസ് എന്നൊക്കെ ഉള്ളത് എന്താണ്? നമുക്കിവിടെ ആഡ് ചെയ്യാൻ പറ്റുന്ന വാക്കുകളാണ് അതിനകത്ത് വരുന്നത്. കണ്ടോ, ഗോസ്, സോഫ്റ്റ് വിങ്, റെസ്റ്റ്ലെസ്ലി ഓൺ റോം, കോൾസ് ഹോം. ഇതാണ് നമ്മൾ ആദ്യത്തെ 4 വരികളിൽ കാണിക്കുന്ന പ്രതീക്ഷയുടെയും അതുപോലെ തന്നെ സ്വപ്നങ്ങളുടെയും വരികൾ. ഏതൊക്കെയാണ്? ഗോസ് ഫോർത്ത്, മുന്നോട്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രതീക്ഷ നൽകലാണ്. സോഫ്റ്റ് വിങ്ങിങ് എന്ന് വെച്ചാൽ പതിയുള്ള ചിറകടികൾ ഇല്ലേ. എന്തായാലും നമ്മൾ ചിറകടിക്കുന്നുണ്ട്, ചിറകടിക്കുന്നു, ചിറകടിക്കുക എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ്. പതിയെ ആണെങ്കിലും ചിറകടിക്കുന്നുണ്ടല്ലോ എന്നുള്ള നല്ല കാര്യമല്ലേ. റെസ്റ്റ്ലെസ്ലി ഓൺ, നിരന്തരമായ ശ്രമങ്ങൾ. റോം, അലഞ്ഞുതിരിയൽ, കറങ്ങൽ. കോൾസ് ഹോം, വീട് എന്ന ചിന്ത. നെക്സ്റ്റ് ഇസ് എന്താണ്? ഡിജക്റ്റഡ് ആൻഡ് സോറോഫുൾ, വിഷമങ്ങളും അതുപോലെ തന്നെ ഉപേക്ഷിക്കലുകളും ചേരുന്ന വാക്കുകൾ ഇതൊക്കെയാണ്. ഡ്രീംഡ് ഓഫ് ദ സ്റ്റാർസ് അല്ലേ, ഒരു കാലത്ത് ഡ്രീം ചെയ്തിരുന്നു നക്ഷത്രങ്ങളെക്കുറിച്ച്. ഫോൾസ് ബാക്ക്, പിൻവലിയുക. പ്ലൈറ്റ്, ഗതികേട്. ഏലിയൻ കേജ്, എന്താണ്? അപരിചിതമായിട്ടുള്ള കൂട്. ബ്രേക്സ്, തകർക്കുക. ഷെൽട്ടറിങ് ബാർസ്, ഇതൊക്കെയാണ് ഡിജക്റ്റഡ് ആൻഡ് സോറോഫുൾ മീൻ ചെയ്യുന്ന വാക്കുകൾ. ഓക്കെ, ഇനി അടുത്ത വളരെ സിമ്പിളാണ്. ദ പോയട്രി ട്രഷർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു ചെറിയൊരു വർക്ക് തന്നിട്ടുണ്ട്. അതിനകത്ത് ചോദിച്ചിരിക്കുന്നത് എന്താ? ഒന്നാമത്തെ ടൈറ്റിൽ ഓഫ് ദ പോയം എഴുതാനാണ്. എന്താ ടൈറ്റിൽ ഓഫ് ദ പോയം? ദ ഹാർട്ട് ഓഫ് എ വുമൺ, ഒരു സ്ത്രീയുടെ ഹൃദയം. രണ്ടാമത്തെ നെയിം ഓഫ് ദ പോയിറ്റ്, പോയിറ്റിൻ്റെ പേര്, അതും നമ്മൾ എഴുതി ജോർജിയ ഡഗ്ലസ് ജോൺസൺ. ഇനി റൈറ്റ് സം വേർഡ്സ് ആൻഡ് ഫ്രേസസ് യു ലൈക്ക്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള കുറച്ച് വേർഡ്സും ഫ്രേസസും എഴുതാനാണ്. അത് നമുക്ക് ഇഷ്ടമുള്ളത്, നിങ്ങളുടെ ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, നിങ്ങൾ എന്താണോ കണ്ടെത്തിയിട്ടുള്ളത് അത് നിങ്ങൾ എഴുതുക. ഞാൻ കണ്ടെത്തിയിട്ടുള്ളത് വാക്കുകൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് സോഫ്റ്റ് വിങ്ങിങ് അല്ലേ, നല്ല രസത്തിലേക്കാൻ പതിയെയുള്ള ചിറകടികൾ, ചിറകടി ഇങ്ങനെ പതിയെ ഉള്ളത്. നെക്സ്റ്റ് ഈസ് ഗോസ് ഫോർത്ത് വിത്ത് ദ ഡോൺ, പ്രഭാതത്തോടൊപ്പം മുന്നോട്ട് പോകുന്നു അല്ലേ, രാവിലെ ആകുന്ന സമയത്ത് അവരാരംഭിക്കുകയാണ് എന്നുള്ളൊരർത്ഥം.
ഡ്രീംഡ് ഓഫ് ദ സ്റ്റാർസ്. ഒരു കാലത്ത് സ്വപ്നം കണ്ടിരുന്നു അല്ലേ, എല്ലാവർക്കും ഉള്ള സ്വപ്നങ്ങളാണ്. പക്ഷേ ആ സ്റ്റാർസ് എന്ന വാക്ക് അവിടെ ചേരുന്ന സമയത്ത് അതിന് ഒരുപാട് മൾട്ടിപ്പിൾ മീനിങ്സ് വരും. ആലോചിച്ച് നോക്കൂ, നക്ഷത്രങ്ങൾ പോലെ തിളങ്ങുക, നക്ഷത്രങ്ങളെപ്പോലെ ഉയരങ്ങളിലേക്ക് എത്തുക, ഒരു സൂപ്പർ സ്റ്റാർ ആവുക എന്നുള്ള അർത്ഥങ്ങളൊക്കെ വരുന്നില്ലേ? യെസ് ഉണ്ട്. ഷെൽട്ടറിങ് ബാർസ്, നല്ല വാക്കല്ലേ, ആലോചിച്ച് നോക്കൂ. ഷെൽട്ടറിങ് ബാർസ് എന്ന് പറഞ്ഞുകൊണ്ട് സംരക്ഷിക്കുന്ന അഴികൾ അല്ലെങ്കിൽ സംരക്ഷണ കവചം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശരിക്കും എന്താ അവിടെ സംഭവിക്കുന്നത്? അവരെ റെസ്ട്രിക്റ്റ് ചെയ്യല്ലേ. അവിടെ നമ്മൾ ബാർന്ന് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ, അഴികളെന്ന് കൊടുത്തു കഴിഞ്ഞാൽ ജയിലെന്ന അർത്ഥം വരും ചിലപ്പം. അപ്പം അവരെന്തോ തെറ്റ് ചെയ്തുകൊണ്ടെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ നമ്മൾ മനഃപൂർവ്വം അവരെ പൂട്ടിയിട്ടെന്നുള്ളൊരു ചിന്ത വരും. ഇതല്ല, അവരെ നമ്മൾ മനഃപൂർവ്വം പൂട്ടിയിടുകയാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാണ്? ഷെൽട്ടറിങ് എന്നുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് അല്ലേ, കള്ളത്തരം കാണിച്ചുകൊണ്ടാണ് ഞങ്ങൾ അവർക്ക് സംരക്ഷണം കൊടുക്കുകയാണ് എന്ന് പറഞ്ഞവരെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നു. പിന്നെയോ ഏലിയൻ കേജ്, അപരിചിതമായ കൂട്. ഓരോ പക്ഷികളും ഏത് കൂട്ടിലെത്തിപ്പെട്ടാലും അത് അവർക്ക് അപരിചിതമായ കൂടായിരിക്കില്ലേ? പക്ഷികൾക്ക് ഏത് കൂടും അപരിചിതമായിരിക്കും. കാര്യം അവർ പാറി പറക്കാൻ ആഗ്രഹിക്കുന്നവരാ. അവർ കൂടുണ്ടാക്കുന്നത് അവർ മുട്ടയിട്ട് വിരിയാൻ വേണ്ടി മാത്രമാണ്, അല്ലാതെ അഴികൾക്കുള്ളിൽ പിടുങ്ങാനല്ല. സോ അവരെത്തിപ്പെടുന്ന ഏത് കൂടും എന്താണ്? അപരിചിതമായ കൂടാണ്. പിന്നെ എന്താ നെക്സ്റ്റ്? റൈറ്റ് യുവർ ഫേവറേറ്റ് ലൈൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നിയത് ഹാർട്ട് ഓഫ് എ വുമൺ ഫോൾസ് ബാക്ക് വിത്ത് ദ നൈറ്റ്. അതുവരെ ഈ 4 വരികളിൽ നമുക്ക് ഒരുപാട് പ്രതീക്ഷകൾ കാണാൻ പറ്റുമായിരുന്നു. പക്ഷേ ഒരൊറ്റ വരികളിൽ ആ സ്ത്രീകളുടെ സങ്കടങ്ങൾ മുഴുവൻ ആരംഭിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു പെട്ടെന്നൊരു ചേഞ്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ 4 വരികളിലല്ലേ. ആലോചിച്ച് നോക്കും, ഇത്രയും നേരം സ്ത്രീകൾ മുന്നോട്ട് പോയി ഉയർന്നു പൊങ്ങി താഴ്ന്നു പുറന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് പറയാണ് രാത്രിയാകുമ്പം അവരുടെ എല്ലാ കാര്യങ്ങളും അവർ പിൻവലിയും, അതായത് അവർ തോറ്റുപോകും എന്നുള്ള കാര്യം. അതാണ് എനിക്ക് ഏറ്റവും സങ്കടകരമായിട്ട് തോന്നിയിട്ടുള്ളത്. സങ്കടകരമായതുകൊണ്ട് തന്നെ അതിൻ്റെ ഫേവറേറ്റ് ആണ്. ഇനി നോക്കിയോ, വാട്ട് പിക്ചർ കംസ് ടു യുവർ മൈൻഡ് വെൻ യു റീഡ് ഫസ്റ്റ് സ്റ്റാൻസ് ഓഫ് ദ പോയം? ഇങ്ങനെയാണ്, എന്ത് പിക്ചറാണ് നിങ്ങളുടെ മൈൻഡിലേക്ക് വരുന്നത്? എനിക്ക് വരുന്നത്, ഐ ഇമാജിൻ എ ജെൻറ്റിൽ ബേർഡ് ഫ്ലൈയിങ് അലോൺ ഇൻ ദ ബ്രൈറ്റ് മോർണിംഗ് സ്കൈ. ഒരു ഏകാഗിയായ ഒരു കുരുവി പറക്കുന്നത് എൻ്റെ മനസ്സിലേക്ക് വന്നു. അല്ല, വേർഡ്സിലൂടെ ഇത്തരം വാക്കുകൾ കാണിക്കുന്നത് നമ്മൾ ഇമേജറി എന്നാട്ടോ പറയാം. വേർഡ്സിലൂടെ അല്ലേ, അവിടെ ചിത്രങ്ങളൊന്നും കാണിച്ചു തന്നിട്ടില്ല, പക്ഷേ ആ വേർഡ്സിലൂടെ നമുക്ക് ഓരോ ഇമേജസ് കാണിച്ചു തരുന്നത് നമ്മൾ എന്ത് വിളിക്കണം? ഇമേജറി എന്ന് വിളിക്കണം. അതിങ്ങനെ മൂവിങ് ഫ്രീലി ഓവർ ഹിൽസ്, അതിങ്ങനെ മലകളുടെ മുകളിലൂടെ പോകുന്നു, പിന്നെ വാലീസിലൂടെ പോകുന്നു. സെർച്ചിങ് ഫോർ എ പ്ലേസ് ദാറ്റ് ഇറ്റ് ഫീൽസ് ഹോം. അതെന്താണ്? വീട് എന്ന കംഫർട്ട് സോൺ എന്നുള്ളൊരു ചിന്തയിലേക്കാണ് അവർ എത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. ആ ഒരു പ്രതീക്ഷ, സ്വപ്നങ്ങളിലേക്കാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി അവസാനത്തെ ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഡു യു തിങ്ക് ദ പോയം ഇസ് ട്രൈങ് ടു ടെൽ us? എന്ത് കാര്യമാണ് ഈ പോയം പറയാൻ ശ്രമിക്കുന്നത്? ദ പോയം ഷോസ് ഹൗ എ വുമൻസ് ഹാർട്ട് ഡ്രീംസ് ഓഫ് ഫ്രീഡം ആൻഡ് ഹാപ്പിനെസ്. സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ സന്തോഷം ആഗ്രഹിക്കുന്നുണ്ട് സ്ത്രീകളുടെ ജീവിതം. ബട്ട് ഓഫൻ ഫീൽസ് ട്രാപ്ഡ് ബൈ ഡിഫിക്കൽട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഇൻ ലൈഫ്. എന്നിട്ട് എന്താണ്? ജീവിതം ഒരുപാട് ഡിഫിക്കൽട്ടീസിൽ പെട്ടുപോകുന്നു, ട്രാപ്ഡ് ആവപ്പെടുന്നു, ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, ഉത്തരവാദിത്തങ്ങളിലും പെട്ടുപോകുന്നു. പറക്കാൻ ആഗ്രഹിക്കുന്നവരെ പ്രതിസന്ധികളിലും അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ റെസ്പോൺസിബിലിറ്റികളിലും ഒക്കെ എന്ത് ചെയ്യാണ്? തടഞ്ഞു വെക്കപ്പെടുകയാണ്. ഇതാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. എന്നാൽ ഞാൻ എഴുതിയിട്ടുള്ളത്, മക്കൾക്ക് എന്താണ് തോന്നിയത് മക്കൾ അങ്ങനെ സ്വയം എഴുതുക അല്ലേ. ഇതൊക്കെ ഇതുപോലെ കോപ്പി അടിച്ച് വെക്കരുത്. നിങ്ങൾ പഠിച്ച് നിങ്ങളുടെ ലാംഗ്വേജിൽ വേണം എഴുതാൻ. ഓക്കെ, എന്നാൽ മാത്രമേ നിങ്ങളുടെ ഇംഗ്ലീഷ് അടിപൊളിയാവുകയുള്ളൂ, ഇമ്പ്രൂവ് ആവുകയുള്ളൂ. ഓക്കെ, അപ്പം ഈ ഒരു പാഠം നിങ്ങൾക്ക് ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുള്ള പാഠമാണല്ലേ. ഒരുപാട് കാര്യങ്ങൾ ഇതിനൊറ്റ ചാപ്റ്ററോടുകൂടി നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാ ക്വസ്റ്റ്യൻസും ആക്ടിവിറ്റീസും മനസ്സിലാക്കിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇടയിലും ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങളുടെ ഇടയിലും ഒരു ക്ലാസ്സിലൊക്കെ ഒരുപാട് പെൺകുട്ടികൾ ഉണ്ടാവും. ഇനി നിങ്ങൾ വളർന്നു വരുന്ന സമയത്ത് ഒരുപാട് സ്ത്രീകളൊക്കെ നിങ്ങൾ പരിചയപ്പെടും. അവർക്കൊക്കെ സ്വപ്നങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുക. അവരെല്ലാം ആ സ്വപ്നങ്ങളിലേക്ക് കൈപ്പിടിച്ചുയർത്താനുള്ള ഉത്തരവാദിത്തം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടെന്നുള്ള കാര്യം മാത്രമേ സാറിന് ഈ കാര്യത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളൂ. നല്ലൊരു അടിപൊളി ചാപ്റ്റർ ആയിരുന്നു, വളരെ ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ളൊരു ചാപ്റ്റർ ആയിരുന്നു. അപ്പോൾ എൻ്റെ എല്ലാ മക്കളും ഈ ചാപ്റ്റർ പഠിക്കുക, മനസ്സിലാക്കുക, ഇതിനകത്തുള്ള വർക്ക്സ് മുഴുവൻ പ്രാക്ടീസ് ചെയ്ത് വെക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് നല്ല മാർക്ക് പാസ്സാകാൻ പറ്റും, നല്ല വ്യക്തികളായി മാറാനും എൻ്റെ മക്കൾക്ക് സാധിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സാർ ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. മക്കൾക്ക് എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായെന്ന് സാറ് കരുതുകയാണ്. വീണ്ടും കാണുന്നത് വരെ നമുക്കിടയിൽ ഒരു ചെറിയ താൽക്കാലിക വിരാമം. ബൈ.